സത്യം പിന്നെ 3rd month ഇന്ന് നമ്മൾ സ്കാൻ എടുക്കാൻ പോയപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്കാനിന് പോയപ്പോൾ അവിടെ ആക്കി അലോ ചെയ്തില്ലായിരുന്നു. അപ്പോൾ നമ്മൾ 3rd month സ്കാനിന് പോകുമ്പോൾ അവിടെ മിക്കവാറും അലോ ചെയ്യില്ല എന്ന് വിചാരിച്ച ആ മൈൻഡ് സെറ്റിലായിരുന്നു ഞാൻ ആക്ച്വലി പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റും. ലിംഗനിർണയം പാടില്ല ഒരു രീതിയിലും. അതിലേക്ക് ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒരു രീതിയിലും പാടില്ല. അങ്ങനെ ഉണ്ടായാൽ 3 വർഷം വരെ കഠിന തടവ് ഉണ്ടാകും എന്നുള്ള ഒരു നിയമം ഉണ്ട്. ആ നിയമം ഇരിക്കെ ഈ പുള്ളിക്കാരത്തിയുടെ ഒരു പ്രവൃത്തി ആ നിയമത്തിനെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്യുന്നതാണ്. നമുക്ക് ആ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങോട്ട് സ്വാഗതം. ഈ ഫാമിലി വ്ളോഗേഴ്സിന്റെ പ്രഗ്നൻസി റിവീൽ വീഡിയോ യൂട്യൂബിൽ നല്ല രീതിയിൽ വൈറലാവുന്ന ഒരു കണ്ടന്റ് ആണ്. ഇപ്പോ അങ്ങനെയുള്ള ഒരു വീഡിയോ ട്രെൻഡിങ്ങിൽ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ് യൂട്യൂബില്. നമ്മുടെ OC ടോക്കീസ് ദിയ കൃഷ്ണ, ദിയയുടെ പ്രഗ്നൻസി റിവീൽ വീഡിയോ ആണ് യൂട്യൂബിൽ ഇപ്പോൾ ട്രെൻഡിങ്. ദിയയുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ സ്റ്റോറി ഒക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കുറെ പേരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഓൺ എയർ വിത്ത് വ്യൂസ്, ദാറ്റ്സ് ഹൗ യു കം ബാക്ക് ഓൺ യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞ് വൺ സാധനമൊക്കെ കൊടുത്തിട്ട്. എനിവേസ്, ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം. ദിയ, കൺഗ്രാറ്റ്സ്. അത് മനസ്സറിഞ്ഞ് തന്നെ ഞാൻ പറയുന്നതാണ്. ഇനി ദിയയുടെ ഈ ഒരു വീഡിയോയിലേക്ക് വരികയാണെങ്കിൽ, നിയമവിരുദ്ധമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ, ഈ ഒരു പ്രഗ്നൻസി റിവീൽ വീഡിയോയിൽ ഇൻക്ലൂഡഡ് ആയോ എന്നുള്ളൊരു സംശയം എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ അത് വെറുതെ, നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല, ഏതെങ്കിലും ഡോക്ടേഴ്സ് തന്നെ വേണോ ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാൻ, നമുക്ക് അതിനെപ്പറ്റി അധികം അറിവില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ചുമ്മാ വന്ന് വായി തോന്നുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല എന്ന് അറിയാവുന്നത് കൊണ്ട് മിണ്ടാതിരിക്കുകയായിരുന്നു. എന്നാൽ കുറച്ചു മുമ്പ് ഒരു ഡോക്ടർ ഈ ഒരു വിഷയത്തിൽ സംസാരിക്കുന്ന ഒരു വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അതിനു മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ തന്നെ ദിയയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് പോസ്റ്റ്. അതിനകത്ത് എഴുതിയിട്ടിരിക്കുന്നത്, കാൻ വെയിറ്റ് ടു മീറ്റ് യു അവർ ലിറ്റിൽ ഏഞ്ചൽ, ഐ സോ യു ഡാൻസിങ് അറൌണ്ട് ജസ്റ്റ് ലൈക്ക് ഹൗ ഐ ആം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താണ് റൈറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ഫോട്ടോ. അതായത് സ്കാനിങ് സെന്ററിൽ അകത്തുള്ള ഒരു ഫോട്ടോയാണ് ഇട്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഹസ്ബൻഡ് ഉണ്ട്. അപ്പൊ എന്താണെങ്കിലും ആ സ്ക്രീൻ നിങ്ങൾ കണ്ടോ? ആ സ്ക്രീനിൽ ഒരു ലവ് കൊടുത്ത് ദിയ അത് മറച്ചിട്ടുണ്ട്. ലൈക്ക് ആ സ്ക്രീനിങ്ങിലുള്ള കാര്യം മറച്ചിട്ടുണ്ട്. അത് നല്ല കാര്യം. എന്നാൽ ഇത് വീഡിയോയിലേക്ക് വന്നപ്പോൾ ഒരു മറയും ഒന്നുമില്ലാതെ കുറെ കാര്യങ്ങൾ ഇവര് കാണിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അത് തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലൈക്ക് നിങ്ങൾ പറയുക. എൻ്റെ ഒരു സംശയമാണ്. എനിക്ക് വീഡിയോ കണ്ടപ്പോൾ ആദ്യമായിട്ടൊരു സംശയം തോന്നി. അതായത് ഇങ്ങനെ സ്കാനിങ് സെന്റേഴ്സിനകത്ത് ചെന്ന് വീഡിയോസ് എടുക്കാം. ഞാൻ അറിഞ്ഞത് വെച്ച് അറിയാവുന്ന കുറച്ച് ആളുകളോട് സംസാരിച്ചപ്പോൾ സ്കാനിങ് സെന്ററിനകത്തുനിന്ന് വീഡിയോസ് എടുക്കാം. പക്ഷേ അത് ലൈക്ക് എഡ്യൂക്കേഷണൽ പർപ്പസ്, ഇങ്ങനെയുള്ള എന്തെങ്കിലും മെഡിക്കൽ പർപ്പസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരിക്കണം. അതല്ലാതെ എന്തെങ്കിലും പ്രത്യേക അനുമതിയൊക്കെ വേണം എന്നാണ് അറിയാൻ സാധിച്ചത്. ഇനി ഞാൻ കൂടുതൽ കഥ പറയുന്നില്ല, നിങ്ങൾ കാണു കുറച്ച് കാര്യങ്ങൾ. ആദ്യമേ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടേ. ഏകദേശം ഒരു 50 സെക്കൻഡ് ഉണ്ട്. പക്ഷെ ഞാൻ അതൊന്ന് ബ്ലർ ചെയ്തിരിക്കുകയാണ്. നമ്മൾ അതേപോലെ പച്ചക്ക് കാണിച്ചാൽ നമുക്ക് വയ്യ പണി മേടിക്കാനായിട്ട്. അതുകൊണ്ടാണ് ഇത് ഹാർട്ട് ബീറ്റ് കാണണോ? ഇതാക്കുന്നത് ഇത്രയാണ്. ഇത് 2 ലൈനായിട്ട് കാണുന്ന സ്പൈനാണ്. അത് നമുക്ക് റെയിൽവേ ട്രാക്ക് പോലെ അത് വന്നിട്ടുണ്ട്. ഇത് കാണുന്ന സ്പൈൻ. ഇത് ഹാൻഡ്, ഇത് റിസ്റ്റ്, ഇത് പോലാണ്. അങ്ങനെ നോക്കിയോ, തല മൊത്തം ദേഹം പൊക്കി കാണിച്ചിരുന്ന മൂമെന്റ് ആണോ നമ്മൾ പറഞ്ഞത്? അല്ല, അനങ്ങാണ് കാണിച്ചിരുന്നത്. ഇത്രയും മതി, വേറെ ഒന്നും ഇല്ല. കാരണം ഞാൻ ബ്ലർ ചെയ്തിരിക്കുകയാണ്. പക്ഷെ ദിയയുടെ വീഡിയോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ദിയയുടെ വീഡിയോയിൽ ഒരു ബ്ലറോ ഒന്നും ചെയ്തിട്ടില്ല. അതേപോലെ അവർ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ദിയ എന്തിനാണ് ഇൻസ്റ്റഗ്രാമിൽ വന്നപ്പോൾ ഒരു ഫോട്ടോ ഇട്ടപ്പോൾ അവിടെ ഒരു ലവ് സിമ്പിൾ മാത്രമാക്കി? ഇതൊക്കെ എനിക്ക് വന്ന സംശയങ്ങളാണ്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്നത് വീഡിയോ കാണുന്നത് ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കും. നിങ്ങൾ കമന്റ് ബോക്സിൽ എന്താണെങ്കിലും പറയുക. കാരണം അങ്ങനെ ഒരു എന്താണ് സ്കാനിങ് സെന്ററിനകത്തെ ഒരു വീഡിയോ എടുത്ത് അങ്ങനെ അങ്ങോട്ട് പബ്ലിക് ആക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പ്രഗ്നൻസി പരിപാടിയായിട്ട് സ്കാൻ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ എടുത്ത് പുറത്തേക്ക് കൊടുക്കുന്നത് അത് ശരിയായിട്ടുള്ള ഒരു രീതിയാണോ എന്നുള്ളൊരു സംശയം എൻ്റെ മനസ്സിൽ ഓടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ, ഒരു ഡോക്ടറിന്റെ വീഡിയോ എന്റെ കണ്ണിൽപ്പെട്ടത്. നിങ്ങളൊന്ന് കാണുക. ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗറിന്റെയാണ്, ഒരു ജീവിതശൈലി വ്ളോഗറിന്റെ. പുള്ളിക്കാരത്തിന്റെ പേര് OC ടോക്സ് എന്ന് പറയും. ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ മകളാണ് പുള്ളിക്കാരത്തി. 3 മാസം ഗർഭിണിയാണ് പുള്ളിക്കാരത്തി. സ്കാനിങ്, അതായത് 3-ാം മാസത്തെ സ്കാനിങ്ങിന്റെ ഒരു വീഡിയോ
പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ആ വീഡിയോ ഈ സംഭവം അതിനകത്ത് അത് ശരിയാണോ തെറ്റാണോ എന്നത് ഈ നിങ്ങൾ കാണുന്ന 4-5 പേരാണെങ്കിലും കാണുന്നവരൊന്ന് വിലയിരുത്തണം. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 1994 പ്രീ കൺസെപ്ഷണൽ ആൻഡ് പ്രീ നേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ടായി. അതായത് ലിംഗനിർണയം പാടില്ല ഇന്ത്യയിലും. കാര്യം അതിനു മുമ്പ് ഇന്ത്യയിലെ പല ഭാഗത്തും ഈ ആൺകുട്ടികളെ മാത്രം എടുത്തുകൊണ്ട് ബാക്കി പെണ്ണാണെന്നറിഞ്ഞ് അബോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടി ലിംഗനിർണയം പാടില്ല ഒരു രീതിയിലും. അതിലേക്ക് ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒരു രീതിയിലും പാടില്ല. അങ്ങനെ ഉണ്ടായാൽ 3 വർഷം വരെ കഠിന തടവ് ഉണ്ടാകും എന്നുള്ള ഒരു നിയമം ഉണ്ട്. ആ നിയമം ഇരിക്കെ ഈ പുള്ളിക്കാരത്തിയുടെ ഒരു പ്രവൃത്തി ആ നിയമത്തിനെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്യുന്നതാണ്. നമുക്ക് ആ ഓക്കെ, ഇനിയിപ്പോ ഇദ്ദേഹം ചെയ്യുന്നത് ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചു തന്ന ആ ഒരു വീഡിയോ പോർഷൻ നിങ്ങൾക്ക് ജനങ്ങൾക്ക് വേണ്ടി കാണിച്ചു കൊടുക്കുകയാണ്. പുള്ളിയും ബ്ലർ ചെയ്താണ് കാണിക്കുന്നത്. പുള്ളി എന്നിട്ട് ആ ബ്ലർ ചെയ്ത് കാണിക്കുന്ന പരിപാടി കഴിഞ്ഞിട്ട് പുള്ളി കുറച്ച് കാര്യങ്ങളും കൂടെ സംസാരിക്കുന്നുണ്ട്. ഒന്ന് കേൾക്കുക. ഫോക്കസ് ചെയ്താണ് വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോ ഒരു കാരണവശാലും അതിനകത്ത് വീഡിയോ എടുക്കാൻ പറ്റിയ എക്സെപ്ഷൻ ഉണ്ട്. എക്സെപ്ഷൻ എന്ന് പറയുമ്പോൾ കോർട്ട് ഓർഡർ ആയിരിക്കാം, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ പർപ്പസിനായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് ഒരു പഠിപ്പിക്കുന്ന ഒരു മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കാം. ഇതൊരു രീതിയിലും ലിംഗനിർണയത്തിനെ സഹായിക്കുന്നതല്ലായിരിക്കണം. ഓക്കെ, അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യം, അതായത് എഡ്യൂക്കേഷണൽ പർപ്പസ്, അതുപോലെ മെഡിക്കൽ പർപ്പസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരിക്കണം ഒരു സ്കാനിങ് സെന്ററിന്റെ അടുത്ത്, അതായത് സ്കാനിങ് നടക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാനുള്ള ഒരു സാങ്ഷൻ അത് നിങ്ങൾ എടുത്തോളൂ എന്നുള്ളൊരു കാര്യം പറയേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളപ്പോഴായിരിക്കണം. അതല്ലാതെ ഒരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗർക്ക് അതിനുള്ള പെർമിഷൻ കൊടുക്കുക നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എനിക്ക് അറിയില്ല. ഞാൻ ഒരുപാട് ലൈഫ് സ്റ്റൈൽ ബ്ലോഗേഴ്സിനെ ഫോളോ ചെയ്യുന്ന ഒരാളല്ല. ഏതെങ്കിലും ലൈഫ് സ്റ്റൈൽ ബ്ലോഗേഴ്സ് അവരുടെ പ്രഗ്നൻസി റിവീൽ സമയത്ത് ഈ സ്കാനിങ് സെന്ററിന്റെ അകത്ത് പോയി സ്കാൻ ചെയ്യുന്ന സമയത്തുള്ള വീഡിയോ, അതും ഇത്രയും ക്ലിയർ ആയിട്ട് നമ്മളിവിടെ കാണിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. ആ കുഞ്ഞിനെയൊക്കെ, വയറ്റിനകത്ത് കിടക്കുന്ന കുഞ്ഞിനെയൊക്കെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം കുട്ടി ജെൻഡർ, ഇപ്പം ഇദ്ദേഹം അത് സംസാരിക്കുന്നുണ്ട്, ഈ ഒരു ആ കുട്ടി ആണാണോ പെണ്ണാണോ അതൊന്നും നമുക്ക് അറിയാൻ സാധിക്കില്ല എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും. പക്ഷെ അതിലേക്ക് ചൂണ്ടുന്ന ഒരു വഴിയാണ് ഈ സ്കാനിങ് എന്ന് പറയുന്നത്. സോ അത് ഒരു പരിധിയിൽ കൂടുതൽ, ഒരു പരിധി വിട്ട് അതിലെ പല കാര്യങ്ങളും കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര നല്ലൊരു കാര്യമല്ല. ഇനി സ്കാനിങ് സെന്റേഴ്സിനെ പറ്റി എനിക്കൊരു വേറൊരു കാര്യം പറയാനുണ്ട്. അത് വഴിയെ ഞാൻ പറയാം നിങ്ങൾക്ക്. ഇതും കൂടെ ബാക്കിയും കൂടെ ഒന്ന് കാണുക. അതൊരിക്കലും അങ്ങനെ ഉണ്ടാകരുത്. ലിംഗനിർണയം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകരുത്. പക്ഷേ ഈ കുട്ടിയുടെ ഗർഭം 3-ാം മാസം ആണ്. ലിംഗനിർണയത്തിനുള്ള ചാൻസ് വളരെയധികം കുറവാണെങ്കിൽ തന്നെയും ഈ ഒരു പ്രവൃത്തി ഈ ഒരു നിയമത്തിന് ഭയങ്കര ആയിട്ടുള്ള ഒരു ഡൈലൂഷൻ അല്ലെങ്കിൽ ഒരു വെല്ലുവിളിയാണ് നടത്തിയത്. കാര്യം ആ കുട്ടിക്ക് ഒട്ടും തന്നെ വിവരം ഉണ്ടാകാൻ സാധ്യതയില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു പ്രവൃത്തി ചെയ്യത്തില്ലായിരുന്നു. ആ വീഡിയോ ഞാനത് ഫെയ്ഡ് ആക്കിയതാണ്. നല്ലവണ്ണം ക്ലാരിറ്റി ആയിട്ട് അത് ചെയ്യുന്നുണ്ട്, ആ വീഡിയോ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോ അതൊരിക്കലും അനുവദിച്ചുകൂടാ. അങ്ങനെ അനുവദിക്കുകയാണെങ്കിൽ ഈ നിയമം ഉണ്ടാകേണ്ട സാഹചര്യമില്ല. എന്നിട്ട് പുള്ളിക്കാരത്തിയുടെ ചാനൽ, അതായത് യൂട്യൂബ് ചാനലായിട്ടുള്ള OC ടോക്സിനകത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇത്രയും മതി. ഇനിയിപ്പോ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു പരിധിയിൽ കൂടുതൽ ദിയെ കുറ്റം പറയാനോ, നിങ്ങൾ ആരും അത് പ്രതീക്ഷിക്കേണ്ട. ഞാൻ ദിയെ കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ലൈക്ക് നമ്മളെ പോലുള്ള ഒരാളാണ്, അവരുടെ ഒരു ലൈഫിലെ ആ ഒരു എക്സൈറ്റ്മെന്റ് അവർ വീഡിയോ ഷൂട്ട് ചെയ്ത് അവരിട്ടു. എനിക്കതിനെ അങ്ങനെ കാണാൻ പറ്റുന്നുള്ളൂ. എന്നാൽ ഞാൻ ഇവിടെ കുറ്റം പറയുന്നത് ആ സ്കാനിങ് സെന്റർ നടത്തുന്ന ആളുകളെയാണ്. കാരണം ഇതിനകത്ത് വേറൊരു പോർഷൻ കൂടെ എനിക്ക് നിങ്ങളെ കേൾപ്പിക്കാനുണ്ട്. ദിയയുടെ വീഡിയോയിൽ ദിയ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, അതും കൂടെ നിങ്ങളൊന്ന് കേൾക്കുക. എന്നിട്ട് ഞാൻ ബാക്കി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇവിടുത്തെ സ്കാനിങ് സെന്റേഴ്സിനെ പറ്റി എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ വീഡിയോ ഒന്ന് കാണൂ. അങ്ങനെ നമ്മുടെ ആദ്യത്തെ സ്കാനും 3rd മന്തിന്റെ സ്കാനും, സത്യം പറഞ്ഞാൽ 3rd മന്ത് ഇന്ന് നമ്മൾ സ്കാൻ എടുക്കാൻ പോയപ്പോൾ, നമ്മൾ ഫസ്റ്റ് സ്കാനിന് പോയപ്പോൾ അവിടെ ആക്കി അലോ ചെയ്തില്ലായിരുന്നു. അപ്പോൾ നമ്മൾ 3rd മന്ത് സ്കാനിന് പോകുമ്പോൾ അവിടെ മിക്കവാറും അലോ ചെയ്യില്ല എന്ന് വിചാരിച്ച ആ മൈൻഡ് സെറ്റിലായിരുന്നു ഞാൻ ആക്ച്വലി പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റി. അതുകൊണ്ട് എനിക്ക് വീഡിയോയുടെ ബിഗിനിങ് ഞാൻ സംസാരിക്കുന്നൊന്നും എടുക്കാൻ പറ്റിയില്ല. കുറച്ച് ഷോർട്സ് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ കാണിച്ചത്. ഓക്കെ, ദിയയുടെ ഈ ഒരു വീഡിയോയുടെ അവസാനം പറയുന്ന ഒരു കാര്യമാണിത്. അതായത് ഇതിപ്പോ 3ാമത്തെ സ്കാനിങ്ങിന് പോയപ്പോഴാണ് ഈ ഒരു വീഡിയോ എടുക്കാൻ അവരെ സമ്മതിച്ചത്. ആദ്യത്തേനും 2ാമത്തേനും സമ്മതിച്ചില്ല. എന്തിന് 3ാമത്തേന് സമ്മതിച്ചു? അല്ല, എനിക്കും അറിയാതെ പോയൊരു കാര്യം അതാണ്. എന്തിനാണ് അത് സമ്മതിച്ചത്? അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് ചെയ്യുക എന്ന് പറഞ്ഞൊരു
അങ്ങനെയാണെങ്കിൽ ഇവിടെ പലതും ഒരു ഓപ്പറേഷൻ തിയേറ്ററിനകത്തേക്ക് വീഡിയോസ് ഒക്കെ പുറത്ത് വരാറുണ്ട്. പക്ഷെ ഒരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗ് ഞാൻ കണ്ടിട്ടില്ല, ചിലപ്പോൾ കാണുമായിരിക്കും, ഞാൻ തർക്കിക്കാൻ വരുന്നില്ല. പക്ഷെ എന്നാൽ കൂടി ഒരു ഒരു നിയമവിരുദ്ധം എന്ന് പറയുന്ന ഒരു സാധനം അല്ല ഇപ്പൊ ഇവിടെ നടന്നിരിക്കുന്നത്. സ്കാനിങ് സെന്ററിന്റെ അകത്താണ് ഈ പരിപാടി നടന്നിരിക്കുന്നത്. ഞാനും അറിഞ്ഞത് വെച്ച് നേരത്തെ ആ സാറ് പറഞ്ഞ പോലെ എഡ്യൂക്കേഷണൽ പേർപ്പസ് അല്ലെങ്കിൽ മെഡിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ അകത്ത് ക്യാമറ വെച്ചൊരു ഷൂട്ടിംഗ് ഒക്കെ സമ്മതിക്കുള്ളൂ. പ്രത്യേകിച്ച് ഇത്രയും ഫോക്കസ് ചെയ്തിട്ട് ആ ഒരു കുട്ടിയെ കാണിക്കുന്ന പരിപാടികളൊക്കെ അത് എന്തൊക്കെയാണെങ്കിലും ദിയയുടെ കേസിൽ ദിയയുടെ അറിവില്ലായ്മയായിരിക്കാം. ദിവയുടെ കാര്യത്തിലേക്ക് നമ്മൾ ഒരുപാട് പോകുന്നില്ല. ഞാൻ ഈ മെയിൻലി ഈ ഒരു സ്കാനിങ് സെന്റേഴ്സിനെ വെച്ച് സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു. ദിയയുടെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ദിയ ഒരു എന്താണ് അറിവില്ലാത്തൊരു കുട്ടിയാണെന്ന് നമുക്ക് എല്ലാവർക്കും കുറെ കാര്യങ്ങൾ കൊണ്ട് മനസ്സിലായതാണ്. ഞാൻ അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ ഇവിടെ ഒന്നും പറയാൻ വരുന്നില്ല. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ആ കുട്ടി ഒരിക്കലും വന്നിട്ട് ഇൻസ്റ്റഗ്രാം വഴിയാണെങ്കിലും ഒന്നും പറയില്ല. എന്നെ കൊണ്ട് ഇവിടെ തിന്നുന്ന ഒരുപാട് ചേട്ടന്മാരുണ്ട് എന്നൊക്കെ. കാരണം ആ കുട്ടിയും ഈ കഴിഞ്ഞ ദിവസം ഇതേക്കത്തെ ഒരു വേണ്ട, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. വോട്ടെവർ, ലീവ് ഇറ്റ്. എനിവേസ് ഐ റെസ്പെക്ട് ദാറ്റ് ലേഡി ബിക്കോസ് ഷീ ഈസ് എ പ്രഗ്നന്റ് ലേഡി റൈറ്റ് നൗ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒന്നും പറയുന്നില്ല. അത് അവരുടെ ചെറിയൊരു അറിവില്ലായ്മ, അവരോട് ആരും പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ട് മാത്രം അവർ ആ ഒരു വീഡിയോ എടുത്തിട്ടതായിരിക്കാം. ഇത് പേഴ്സണലി അവരോട് പറഞ്ഞു കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എങ്കിൽ പോലും നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊന്ന് മെസ്സേജ് ചെയ്താൽ ചിലപ്പോൾ നോക്കാൻ ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് ഞാനും ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. എനിക്ക് വന്ന കുറച്ച് ഡൗട്ടുകളായിരുന്നു ഇത്. ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റുമോ? നിങ്ങൾ പറ. ഞാനത് നിങ്ങളോടും കൂടെ ചോദിക്കുന്നത്. ചിലപ്പം എനിക്ക് ഈ ഒരു മെഡിക്കൽ ഫീൽഡുമായിട്ട് അധികം ബന്ധമൊന്നുമില്ല. പക്ഷെ നമ്മൾ അറിഞ്ഞത് വെച്ച് ഇതൊരു തെറ്റായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ്. അപ്പൊ എന്താണെങ്കിലും ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതാണ് സത്യം പറഞ്ഞാൽ നിങ്ങൾ മെയിൻലി അറിഞ്ഞിരിക്കേണ്ടത്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് എന്റെ സ്വന്തം നാട്ടിൽ തന്നെ ഞാൻ അറിഞ്ഞൊരു വാർത്തയാണ്. ഇതൊന്ന് കണ്ടു നോക്കിക്കേ. സ്കാനിംഗ് സെന്ററുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് എന്തൊക്കെയാണ് കണ്ടെത്തലുകൾ, നടപടിയുടെ കൂടുതൽ വിവരങ്ങൾ? അഞ്ജലി, ആലപ്പുഴയിൽ അപൂർവ വൈകല്യത്തോടെ കുഞ്ഞ് ജനിച്ച സംഭവത്തിൽ സ്കാനിംഗ് സെന്ററുകൾക്ക് ഗുരുതര പിഴവ് സംഭവിച്ചതായിട്ടാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ. 2 സ്കാനിംഗ് സെന്ററുകളാണ് പൂട്ടി ലൈസൻസും റദ്ദാക്കിയിരിക്കുന്നത്. ആലപ്പുഴ നഗരത്തിൽ പ്രവർത്തിക്കുന്ന മിഡാസ്, ശങ്കേഴ്സ് സ്കാനിംഗ് സെന്ററുകളാണ് പൂട്ടി സീൽ ചെയ്തത്. മാത്രമല്ല, ഈ പരിശോധന നടത്തിയപ്പോൾ ആരോഗ്യവകുപ്പിന്റെ തന്നെ പരിശോധനയിൽ ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകൾ ഈ സ്കാനിംഗ് സെന്ററുകളുടെ ഭാഗത്തുണ്ടായതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. ഈ 2 വർഷം വരെ ഈ പരിശോധനാ റെക്കോർഡുകളൊക്കെ സൂക്ഷിക്കണം എന്നുള്ള നിബന്ധനയുണ്ട്. പക്ഷെ ഇത് ലാബുകൾ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ഈ റെക്കോർഡുകൾ നശിപ്പിച്ചതാണോ തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ചും ഇപ്പോൾ പരിശോധന നടക്കുന്നുണ്ട്. നവംബർ 8-ാം തീയതിയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അവയവങ്ങൾ സ്ഥാനം മാറിയതടക്കം ഗുരുതര വൈകല്യങ്ങളോടുകൂടി കുഞ്ഞ് ജനിച്ചത്. ലജനത്ത് വാർഡ് നവറോജി പുരയിടത്തിൽ അനീഷിന്റെയും സുറുമിയുടെയും കുഞ്ഞാണ് ഈ ദുരിതം ഇപ്പോൾ അനുഭവിക്കുന്നത്. ഗർഭകാലത്ത് കടപ്പുറത്ത് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും വൈകല്യം തിരിച്ചറിഞ്ഞിരുന്നില്ല. പ്രസവത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമാണ് കുട്ടിക്ക് കാര്യമായ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാകുന്നതും. തുടർന്ന് സുറുമി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കുഞ്ഞിന് ജന്മം നൽകുന്നതും. ഈ കുഞ്ഞിന്റെ പല അവയവങ്ങളും സ്ഥാനം മാറിയാണ്. മുഖത്തുള്ള കണ്ണുകളും ഒന്നും യഥാസ്ഥാനത്തല്ല ഉള്ളത്. കുഞ്ഞിന് മുലപ്പാൽ കുടിക്കുന്നതിനടക്കമുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. വലിയ അപൂർവ വൈകല്യമാണ് ഈ കുഞ്ഞിന് സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ ഈ സ്കാനിംഗ് സെന്ററുകളൊന്നും പരിശോധന നടത്തിയപ്പോൾ ഇത് തിരിച്ചറിഞ്ഞിരുന്നില്ല. ഇതാണ് വലിയ ഗുരുതരമായ വീഴ്ച. അതായത് 3 മാസം പ്രായമുള്ളപ്പോൾ തന്നെ തിരിച്ചറിയപ്പെടേണ്ട വൈകല്യങ്ങൾ അതൊന്നും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ കുടുംബം പരാതിയായിട്ട് ഉന്നയിച്ചത്. തുടർന്ന് സ്കാനിംഗ് സെന്ററുകൾക്കെതിരെയും അതുപോലെ തന്നെ ഈ അമ്മയെ നോക്കിയിരുന്ന ഗർഭകാലത്ത് പരിചരിച്ചിരുന്ന കടപ്പുറം സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിക്ക് ഒരു സ്കാനിംഗ് സെന്ററിലെ വിവരമില്ലാത്ത ആളുകൾ കാരണം ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ ജീവിതം തന്നെ ഇല്ലാതെയായതാണ് നിങ്ങളിപ്പോ കണ്ടത്. ഇനിയിപ്പോ ദിയാകൃഷ്ണയുടെ കേസിലേക്ക് ഇതുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാമെന്നാണ്. വേറൊന്നുമല്ല, ഞാൻ നേരത്തെയും പറഞ്ഞല്ലോ, ദിയാകൃഷ്ണയുടെ കേസിൽ ആ കുട്ടിക്ക് ഒരു വിവരമില്ലായ്മ എന്നൊരു സാധനം ഉള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പം എല്ലാം എടുത്ത് വളരെ ഫോക്കസ് ആയി എടുത്ത് യൂട്യൂബിലേക്ക് അങ്ങ് ഇട്ടത്. പക്ഷെ ഇതിനൊക്കെ അനുമതി കൊടുത്ത ആ സ്കാനിംഗ് സെന്റർ അവരോടാണ് ചോദിക്കാനുള്ളത്. എന്ത് കണ്ടിട്ടാണ്, എന്ത് എഡ്യൂക്കേഷണൽ പർപ്പസിന് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെഡിക്കൽ പർപ്പസിനാണോ നിങ്ങൾ ഇവരെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചത്? ആണോ? നിങ്ങൾ വേണോ ഇതിന് പറയാൻ, ഉത്തരം കൊടുക്കാൻ? ഇതാ ഇവിടെ ആലപ്പുഴയിൽ നമ്മുടെ നാട്ടിൽ നടന്നൊരു കേസാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. എല്ലാം തികഞ്ഞ ഏതൊക്കെയോ ആളുകൾ സ്കാൻ ചെയ്ത് എല്ലാം ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു വിട്ടു. കണ്ടില്ലേ ആ കുട്ടിയുടെ ജീവിതം എന്തായെന്ന്? ഇതാണ് ഇവിടുത്തെ സ്കാനിംഗ് സെന്റേഴ്സിൽ നടക്കുന്ന കാര്യങ്ങൾ. അതൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ക്ലിപ്പ് കാണിച്ചത്. ദിയയുടെ കേസിൽ ഞാൻ ദിയെ ഒന്നും പറയാനില്ല. നേരത്തെ പറഞ്ഞ കണക്ക് ആ കുട്ടിക്ക് വിവരമില്ലായ്മയുടെ കുറവുള്ളതുകൊണ്ട്. പക്ഷേ ഏത് സ്കാനിംഗ് സെന്റർ ആണെങ്കിലും നിങ്ങൾ തയ്ച്ചു വെച്ചോ, വരും മിക്കവാറും പണി പുറകെ. ഇതിൽ ഞാനിപ്പോ എന്റെ ഒരു സംശയമാണ് ഞാൻ ഉന്നയിച്ചത്. ആ സംശയം ശരിയാണെങ്കിൽ വലിയ ഒരു നിയമ വിരുദ്ധമാണ് ഇതിനകത്ത് നിങ്ങൾ ചെയ്തിട്ടുള്ളതെങ്കിൽ
നിങ്ങൾ പെടും മക്കളെ. അതാ ഞാൻ പറഞ്ഞ ഒന്ന് തയ്ച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടിരുന്നോളാം. ഞാൻ എന്റെ അഭിപ്രായം പറയുന്നു, അല്ലെങ്കിൽ എന്റെ സംശയം പറയുന്നു. നിങ്ങൾക്ക് എന്റെ ഈ ഒരു സംശയം ഞാനിപ്പോൾ ഉന്നയിച്ചപ്പോഴത്തേക്ക് അത് തെറ്റാണെന്ന് തോന്നിയാൽ, എന്താണെങ്കിലും ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക.